Hi students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേഷൻ്റെ പ്രോസസ്സ് ഹൗ ദ ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ഇൻ ദ ബോഡി ഓഫ് ദ ഇൻസെക്ട്സ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഏതൊക്കെ ഓർഗൻസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഈ ബോഡി ക്യാവിറ്റിയെ ക്ലാസിഫൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ദ പ്രോസസ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ. ഹാർട്ട് ഈസ് ദ major organ in circulation and it mainly function as a pulsatile organ whose expansion and contraction leads to blood circulation. Okay, നമ്മുടെ ഹാർട്ട് ഇൻസെക്ട്സിന് നമ്മുടെ ഹാർട്ട് പോലെ, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ലെങ്കിൽ വെർട്ടിബ്രേറ്റ്സിൻ്റെ ഹാർട്ട് പോലെ ഒരു വെൽ ഡിഫൈൻഡ് ഹാർട്ട് ഇല്ലെങ്കിലും അവർക്ക് അതിന് പകരം ഒരു ഡോർസൽ വെസലാണുള്ളത്. ഓക്കെ, ഡോർസൽ ബ്ലഡ് വെസൽ ആണുള്ളത്. അതിൻ്റെ പോസ്റ്റീരിയർ പാർട്ടാണ്. അപ്പം ആൻറ്റീരിയർ പാർട്ട് അയോർട്ടയും പോസ്റ്റീരിയർ പാർട്ട് ഹാർട്ടും ആണ്. ഓക്കെ, അപ്പോൾ ഈ ഹാർട്ടിലാണ് എന്ത് നടക്കുന്നത്? എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നത്, വിച്ച് ലീഡ്സ് ടു ദി ബ്ലഡ് സർക്കുലേഷൻ. It takes place generally in an anti-clockwise manner, starting from the posterior end to the anterior end in a forward direction. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഹാർട്ടിലാണ് എന്ത് നടക്കുന്നത്? എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നത്, അല്ലെങ്കിൽ പൾസറ്റൈൽ ആക്ഷൻ നടക്കുന്നത് ഹാർട്ടിലാണ്. അപ്പോൾ ഹാർട്ട് ഇരിക്കുന്നത് ഇൻസെക്ട് ബോഡിയുടെ പോസ്റ്റീരിയർ സൈഡിലാണ്, അല്ലെങ്കിൽ ബാക്ക് പോർഷനിലാണ്. അതായത് സെക്കൻഡ് ഹാഫിൽ, അതായത് ബോഡിയെ നമ്മൾ രണ്ടായി തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ, അതായത് ഹെഡുള്ള പോർഷനല്ല, അബ്ഡോമൻ പോർഷനിലാണ് ആരിയ്ക്കുന്നത്? ഹാർട്ട് ഇരിക്കുന്നത്. അപ്പം ഹാർട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കോൺട്രാക്ഷൻ നടക്കുമ്പം ബ്ലഡ് മൂവ് ചെയ്യുന്നത് ഹാർട്ടിൽ നിന്നും അയോർട്ടയിലേക്കായിരിക്കും. So in an anti-clockwise manner from posterior end to the anterior end in a forward direction. Blood മുൻപിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. The circulation of blood takes place on two phases due to the action of the alveolar muscles as well as the muscles of the heart, wall of the heart. ഹാർട്ടിൻ്റെ വാൾ മസിൽസും അലറി മസിൽസ്. അലറി മസിൽസ് എന്ന് പറയുന്നത് ഹാർട്ടിനെ അല്ലെങ്കിൽ ഡോർസൽ ട്യൂബിനെ, ഡോർസൽ വെസലിനെ പർട്ടിക്കുലർ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്ന മസിൽസ് ആണ് ഈ അലറി മസിൽസ് എന്ന് പറയുന്നത്. സോ ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ ബ്ലഡ് സർക്കുലേഷൻ. അതിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നതനുസരിച്ചാണ് ഈ ഹാർട്ടിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇവർ രണ്ട് മസിൽസും ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഈ ബ്ലഡ് സർക്കുലേഷനെ നമുക്ക് രണ്ട് ഫേസസ് ആയിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ അല്ലെങ്കിൽ രണ്ട് ഫേസസ് ആയിട്ട് തിരിക്കാം. These two phases are ഒന്ന് diastole, which is the expansion of the heart, and systole, which is the contraction of the heart. Okay, diastole systole, നമ്മുടെ ഹാർട്ട് ബീറ്റ്സും അങ്ങനെ തന്നെയാണ്. സിസ്റ്റോൾ ഉണ്ടാവും, ഡയസ്റ്റോൾ ഉണ്ടാവും. ഒന്നിൽ ഡയസ്റ്റോളിൽ ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യും, സിസ്റ്റോളിൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യും. ഇനി ഡയസ്റ്റോളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡയസ്റ്റോൾ ഇൻക്രീസസ് ദ വോളിയം ഓഫ് ദി ഹാർട്ട്. അപ്പം ഡയസ്റ്റോളിൽ ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഹാർട്ടിൻ്റെ വോളിയവും ഇൻക്രീസ് ചെയ്യും നോർമലി, ആൻഡ് ഡിക്രീസസ് ദ ഏരിയ ഓഫ് ദ പെരികാർഡിയൽ സൈനസ്. എന്തുകൊണ്ടാണ് പെരികാർഡിയൽ സൈനസിൻ്റെ ഏരിയ കുറയുന്നതെന്ന് വെച്ചാൽ ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ഡോർസൽ ബ്ലഡ് വെസൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസ്റ്റീരിയർ പോർഷൻ, അതായത് സെക്കൻഡ് ഹാഫിലാണ് എന്ത് കാണുന്നത്? ഹാർട്ട് കാണുന്നത്. ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് അയോർട്ടയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനാണ് എന്ത്? പെരികാർഡിയൽ സൈനസ്, വിച്ച് ഇസ് ദ ഏരിയ ഇൻ ബിറ്റ്വീൻ ദി ടെർഗം ആൻഡ് ദി ഡോർസൽ ഡയഫ്രം. അപ്പോൾ ഈ ഡോർസൽ ഡയഫ്രം താഴെയുള്ളത് കൊണ്ട് ഹാർട്ടിന് താഴോട്ട് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം അത് ഡയഫ്രമായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങോട്ടാണ്? ഈ മുകളിലുള്ള ഈ പെരികാർഡിയൽ സൈനസിലോട്ടെ അതിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഹാർട്ടിൻ്റെ വോളിയം കൂടും, പെരികാർഡിയൽ സൈനസിൻ്റെ ഏരിയ കുറയും. And this creates a pressure on the blood in the pericardial sinus, forcing the blood to enter into the heart through the incurrent ostia. Okay, ostia എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. It is their hole-like structures on the heart. Ostia acts as an opening for the entry of the blood into the heart. ഹാർട്ടിലേക്ക് ബ്ലഡ് കയറാനുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് ഓസ്റ്റിയ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ പെരികാർഡിയൽ സൈനസിൻ്റെ ഏരിയ കുറയുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ബ്ലഡ് എന്ന് പറയുന്നത്
എന്ത് ചെയ്യും, ഓസ്റ്റിയ വഴി നമ്മുടെ ഹാർട്ടിലേക്ക് അല്ലെങ്കിൽ ഇൻസെക്റ്റ് ഹാർട്ടിലേക്ക് കയറും. And these incurrent ostia allow only the entry of the blood from the sinus into the heart and prevents its backflow from the heart to the sinus. ഓസ്റ്റിയ എന്ന് പറഞ്ഞാൽ ഇൻകറൻറ്റ് ഓസ്റ്റിയാണ്. ഇൻകറൻറ്റ് ഓസ്റ്റിയ എന്ന് വെച്ചാൽ അകത്തേക്കുള്ള ഫ്ലോ മാത്രമേ നടക്കുകയുള്ളൂ. ഈ അകത്ത് കയറിയ ബ്ലഡ് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങി ആ സൈനസിലോട്ട് തിരിച്ചു പോകത്തില്ല. കാരണം ഇതൊരു വാൽവായിട്ട് ആക്ട് ചെയ്യും. ഓസ്റ്റിയയിൽ ഒരു വാൽവായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് അകത്തേക്ക് മാത്രമേ ബ്ലഡ് കയറുള്ളൂ. അകത്ത് കയറിയ ബ്ലഡ് ഒരു കാരണവശാലും തിരിച്ച് പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡയസ്റ്റോളിൽ സംഭവിക്കുന്നത്. അതായത് ഡയസ്റ്റോൾ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഹാർട്ടിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഡിക്രീസസ് ദ ഏരിയ ഓഫ് ദി പെരികാർഡിയൽ സൈനസ്. അപ്പം പെരികാർഡിയൽ സൈനസിലുള്ള ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ആ ബ്ലഡ് എങ്ങോട്ട് കയറും, ഹാർട്ടിലേക്ക് ഇൻകറൻറ്റ് ഓസ്റ്റിയ വഴി കയറും. ഇനി സിസ്റ്റോളിലാവുമ്പോഴത്തേക്കും സിസ്റ്റോൾ ക്രിയേറ്റ്സ്, അതായത് കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ടാണ് നടക്കുന്നത്. ദിസ് ക്രിയേറ്റ്സ് എ പ്രഷർ ഓൺ ദ ബ്ലഡ് വിത്തിൻ ദി ഹാർട്ട് ലീഡിങ് ഇറ്റ് ടു മൂവ് ഫോർവേഡ് ഇൻ ടു ദി അയോർട്ട. അപ്പം ഞാൻ പറഞ്ഞു ഓസ്റ്റിയ വഴി അകത്തേക്ക് കയറിയ ബ്ലഡ് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പം ഹാർട്ടിലൂടെ ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യും, ഫോർവേഡായിട്ട് മൂവ് ചെയ്യും. ആ ഡോസൽ ട്യൂബിലൂടെ തന്നെ മുമ്പോട്ട് മൂവ് ചെയ്ത് എവിടെ എത്തും, അയോർട്ടയിലെത്തും. And from the aorta, the blood enters into the head and flows back, bathing the visceral organ in the visceral sinus and neural cord അല്ലെങ്കിൽ ventral nerve cord in the perineural sinus. Ventral nerve cord എന്ന് പറയുന്നതാണ് ഇൻസെക്റ്റിൻ്റെ നെർവ് സിസ്റ്റത്തിൻ്റെ, അതായത് നമ്മുടെ ബ്രെയിൻ പോലെ അവർക്കുള്ളത് ഒരു വെൻട്രൽ നെർവ് കോഡാണ്. അത് നമ്മുടെ നെർവ് സിസ്റ്റം പഠിക്കുമ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ വെൻട്രൽ നെർവ് കോഡിലേക്ക് ബാക്കിയുള്ള വിസറൽ ഓർഗൻസ്, അതായത് മേജർ ഇൻറ്റേർണൽ ഓർഗൻസിലേക്കെല്ലാം ബ്ലഡ് എത്തുന്നത് ഈ അയോർട്ടയിൽ നിന്നാണ്. ഓക്കെ, അതായത് ഹാർട്ടിൽ നിന്നും ബ്ലഡ് ഫോർവേഡ് മൂവ് ചെയ്ത് എവിടെ എത്തും, അയോർട്ടയിലെത്തും. അയോർട്ടയിൽ നിന്നും ബ്ലഡ് ബാക്കിയുള്ള ബോഡി പാർട്സിലോട്ടെല്ലാം എത്തും. ഫസ്റ്റ്ലി ഇറ്റ് മൂവ്സ് ടു ദി ഹെഡ് ആൻഡ് ദെൻ ടു ദി അതർ വിസറൽ ഓർഗൻസ് ആൻഡ് ദെൻ ടു ദി വെൻട്രൽ നെർവ് കോഡ്. In between the diastole and the systole, there will be a short period of rest which is known as diastasis. അതായത് സിസ്റ്റോളിനും ഡയസ്റ്റോളിനും ഇടയിലൊരു ചെറിയ റെസ്റ്റിംഗ് ടൈം ഉണ്ടാവും, വിച്ച് ഈസ് നോൺ ആസ് ഡയസ്റ്റാസിസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സർക്കുലേഷൻ്റെ ആ ടൈം സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഡയസ്റ്റോളും ഉണ്ട് സിസ്റ്റോളും ഉണ്ട്. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ, ഹാർട്ടിൻ്റെ എക്സ്പാൻഷൻ, ആൻഡ് സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ട് കോൺട്രാക്ഷൻ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞു ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പെരികാർഡിയൽ സൈനസിലുള്ള ബ്ലഡ് ഓസ്റ്റിയ വഴി ഹാർട്ടിലേക്ക് കയറും. ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്. ഈ ഓസ്റ്റിയയിൽ കയറിയ ബ്ലഡ് ഒരു കാരണവശാലും പുറത്തേക്ക് പോകത്തില്ല. അപ്പം പിന്നീട് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും, ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓസ്റ്റിയ വഴി ഒരു കാരണവശാലും ബ്ലഡ് പുറത്തേക്ക് പോകാത്തതുകൊണ്ട് ഈ ബ്ലഡ് ഫോർവേഡ് മൂവ് ചെയ്യും, മുൻപോട്ട് മൂവ് ചെയ്യും. എവിടെ എത്തും, അയോർട്ടയിലെത്തും. ട്യൂബിലൂടെ അയോർട്ടയിലെത്തും. അയോർട്ടയിലൂടെ ഇത് പുറത്തേക്ക് വരും. പുറത്തേക്ക് എവിടെ എത്തും, ഹെഡിൽ വരും. ഹെഡിൽ നിന്ന് ബാക്കിയുള്ള വിസറൽ ഓർഗൻസിലേക്ക് വരും. താഴെയുള്ള വെൻട്രൽ നെർവ് കോഡിലെത്തും. ബാക്കി ആക്സസറി പൾസറ്റൈൽ ഓർഗൻസ് വെച്ചിട്ട് വിങ്ങിലും ലെഗിലും ആൻറ്റിനയിലേക്കും എല്ലാം ഈ ബ്ലഡാണ്, അയോർട്ടയിൽ നിന്ന് പാസ് ചെയ്യുന്ന ബ്ലഡാണ് എത്തുന്നത്. ഇനി തിരിച്ച് ഇത് ഇവിടെ എല്ലാം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് എവിടെ എത്തും, തിരിച്ച് വീണ്ടും പെരികാർഡിയൽ സൈനസിലെത്തും. ഈ ബ്ലഡ് എല്ലാം തിരിച്ച് പെരികാർഡിയൽ സൈനസിലെത്തും. അപ്പം അവിടെ വീണ്ടും ഹാർട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓസ്റ്റിയ വഴി ഹാർട്ടിലേക്ക് ആ ബ്ലഡ് കയറും. അപ്പം ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ഇൻസെക്ട്സിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് പുറകിൽ നിന്ന് മുൻപിലേക്കാണ്. പോസ്റ്റീരിയർ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ഹാർട്ടിൽ നിന്ന് ആൻറ്റീരിയർ അയോർട്ടയിലേക്കാണ് ബ്ലഡ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ബാക്കി നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ടെക്സ്റ്റും കൂടി വായിക്കുക, കുറച്ചും കൂടി ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഹീമോലിംഫ്? ഹീമോലിംഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ദി ഇൻസെക്റ്റ്. ഇൻസെക്റ്റ് ബ്ലഡിന് പറയുന്ന പേരാണ് ഹീമോലിംഫ്. ഹീമോലിംഫ് എന്ന് പറയുന്നത് ഒരു വാട്ടറി ഫ്ലൂയിഡാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അയോൺസ്, മോളിക്യൂൾസ്, സെൽസ് എക്സെട്ര, ന്യൂട്രിയൻസ് എല്ലാം കാണും. ദേ ആർ മെയിൻലി എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി ദേ വിൽ ബി കളർലെസ്.
ചില ഇൻസെക്ട്സിൽ കളർ ഉണ്ടാവും ആൻഡ് ദ പിഗ്മെൻറ്റ്സ് വേരി. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ് ഉണ്ടാവില്ല. വെരി റെയർലി ചില ഇൻസെക്ട്സിൽ, ചില പർട്ടിക്കുലർ സ്പെഷ്യൽ ഇൻസെക്ട്സിൽ മാത്രമേ ഈ ഹീമോഗ്ലോബിൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം ചിലപ്പം ഗ്രീൻ കളർ ആയിരിക്കും. പിഗ്മെൻറ്റ്സ് വേരി ചെയ്യുന്ന അനുസരിച്ച് എന്ത് മാറും, ബ്ലഡിൻ്റെ കളറും മാറും. അത് ഇൻസെക്ട്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ജനറലി ഹീമോലിംഫ് എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. ഓക്കെ, ഹീമോലിംഫ് എന്ന് പറയുന്നത് എന്താ, ഹീമോലിംഫിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബ്ലഡും, അതായത് ഹ്യൂമൻ ബ്ലഡും ഇൻസെക്ട് ബ്ലഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ദ മെയിൻ ഡിഫറൻസ് ഈസ് ദാറ്റ് our blood consists of hemoglobin and insect blood is devoid of hemoglobin. ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ബ്ലഡിന് റെസ്പിറേഷനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കത്തില്ല. അതായത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്ന നമ്മുടെ ബ്ലഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഈ ഇൻസെക്ട് ബ്ലഡിൽ ഇല്ല. അപ്പോൾ അത് റെസ്പിറേഷനിൽ ഇൻസെക്ട് ബ്ലഡിന് യാതൊരുവിധ റോളും ഉണ്ടാവില്ല. What are the other functions of hemolymph? It acts as a lubricant. The hemolymph acts as a lubricant and keeps the internal cells moist. And the movement of the internal organs is also made easy. Okay, ഒരു എന്താ പറയുക, ഒരു എണ്ണയുടെ ഫങ്ഷനായിട്ട് ആക്ട് ചെയ്യും. Then hydraulic medium. The hydrostatic pressure developed due to the blood pumping is useful in the following process. ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രഷറാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ആ പ്രഷർ വെച്ചിട്ടാണ് ഈ താഴെയുള്ള ഈ പ്രോസസ്സ് എല്ലാം തന്നെ നടക്കുന്നത്. ഒന്ന്, ആദ്യത്തേത് എക്ഡൈസിസ് അല്ലെങ്കിൽ മോൾട്ടിങ്. അപ്പോൾ എക്ഡൈസിസിൽ എങ്ങനെയാണ് ഈ പ്രഷർ ഹെൽപ്ഫുൾ ആവുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മോൾട്ടിങ് എന്ന പ്രോസസ്സ് പഠിച്ചു ഒരു എക്ഡൈസിൽ ക്ലീവേജ് ലൈനിൽ വെച്ചാണ് ആ പഴയ ക്യൂട്ടിക്കൾ ബ്രേക്ക് ചെയ്ത് മാറുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ക്ലീവേജിൽ വെച്ചിട്ട് ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ പർട്ടിക്കുലർ പോയിന്റിൽ അത് ബ്രേക്കേജ് ആവത്തുള്ളൂ. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. ദെൻ വിങ് എക്സ്പാൻഷൻ ഇൻ അഡൽട്സ്. അതായത് ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്യൂപ്പേറിയത്തിൽ നിന്നും അഡൽട്സ് പുറത്തേക്ക് വന്നു, പ്യൂപ്പയിൽ നിന്നും അഡൽട്ടായിട്ട് വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ വിങ്സ് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വിങ്ങിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ എത്തിയാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള വിങ് എക്സ്പാൻഷൻ നടക്കത്തുള്ളൂ. സോ ആ വിങ് എക്സ്പാൻഷൻ ആവശ്യമായിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൊടുക്കുന്നതും ഹീമോലിംഫാണ്. ദ മെയിൻ്റനൻസ് ഓഫ് ബോഡി ഷേപ്പ് ഇൻ കേസ് ഓഫ് ദ സോഫ്റ്റ് ബോഡി കാറ്റർപില്ലർ. കാറ്റർപില്ലറിനെ നിങ്ങൾക്ക് അറിയാം, പുഴു. അതിനെ നമ്മൾ എടുത്തൊന്ന് സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഈ വാട്ടറി കണ്ടൻറ്റ് ഉണ്ടല്ലോ, അതായത് ഹീമോലിംഫ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഷ്രിങ്ക്ഡായി മീൻസ് ഇങ്ങനെ ഷ്രിങ്കായിട്ടിരിക്കും, ചുങ്ങിയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇത് ആ കറക്റ്റ് ബോഡി ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് വേണം, ഹീമോലിംഫ് വേണം. ഇവേർഷൻ ഓഫ് പെനിസ് ഇൻ മെയിൽ ഇൻസെക്ട്സ്. അതായത് റിപ്രൊഡക്ഷൻ്റെ സമയത്ത് പെന്നിസ് എവേർട്ട് ചെയ്യുന്നതും ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ സഹായത്തോടെയാണ്. ഇക്ലോഷൻ ഇൻ ഡിപ്റ്ററ. ഇക്ലോഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്റ്ററൻസിൽ പ്യൂപ്പേറിയത്തിൽ നിന്നും അഡൾട്ട് എമർജ് ചെയ്യുന്ന പ്രോസസ്സാണ്. പ്യൂപ്പേറിയം ബ്രേക്ക് ചെയ്ത് അഡൾട്ട് എമർജ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇക്ലോഷൻ. അഡൾട്ട് എമർജൻസ് ഫ്രം ദ പ്യൂപ്പേറിയം യൂസിങ് ദ ടെലീനിയം. ടെലീനിയം എന്ന് പറയുന്നൊരു നിഡിൽ ലൈക്ക് ഓർഗൻ വെച്ചിട്ടാണ് ഈ പ്യൂപ്പേറിയത്തിൽ നിന്നും അഡൾട്ട്സ്, അതായത് ഫ്ലൈ ആയിട്ടുള്ള ഹൗസ് ഫ്ലൈ പോലുള്ള അഡൾട്ട്സ് എമർജ് ചെയ്യുന്നത്. ഓക്കെ, ആ ടെലീനിയത്തിൻ്റെ ഇവേർഷന് വേണ്ടിയിട്ട് എന്താവശ്യമുണ്ട്, ഹീമോലിംഫിൻ്റെ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ ആവശ്യം ഉണ്ട്. ദെൻ ഇവേർഷൻ ഓഫ് മാസ്ക് ഇൻ നയാഡ്സ് ഓഫ് ഡ്രാഗൺ ഫ്ലൈ. അത് ഡ്രാഗൺ ഫ്ലൈയുടെ യങ് വൺസിന് പറയുന്ന പേരാണ് നയാഡ്സ്. ഡ്രാഗൺ ഫ്ലൈസിൻ്റെ യങ് വണ്ണിൻ്റെ പേരാണ് നയാഡ്സ്. ഇമ്മച്വർ സ്റ്റേജസ് എന്ന് പറയുന്ന പേരാണ് നയാഡ്സ്. ഈ നയാഡ്സ് കാണുന്നത് അക്വാട്ടിക്സ് എക്കോസിസ്റ്റത്തിലാണ്, വെള്ളത്തിലായിരിക്കും അവർ മേജറായിട്ടും കാണുന്നത്. അതുകൊണ്ട് ഡ്രാഗൺ ഫ്ലൈസ് കൂടുതലും വെള്ളമുള്ള ഏരിയാസിലായിരിക്കും ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ടാകുന്നത്, കാരണം അതിൻ്റെ ഇമ്മച്വർ സ്റ്റേജസ് കാണുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ ഈ നയാഡ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മൗത്ത് എന്ന് പറയുന്നത് ഒരു മാസ്ക് ഷേപ്പിലാണ്. ഓക്കെ, ആവശ്യമുള്ളപ്പം ഈ മാസ്ക് ഇവേർട്ട് ചെയ്യും, മുൻപോട്ട് ഇങ്ങനെ ഒരു കൈ പോലെ നീട്ടും. എന്നിട്ട് അവർ അതിൽ അവിടെയുള്ള അത്രയും അവരുടെ തീറ്റ എടുത്തിട്ട് തിരിച്ച് ഇത് അതേപോലെ ഒരു തുമ്പിക്കൈ ഇങ്ങനെ അടുത്ത് കയറ്റി വെക്കുന്ന പോലെ ഇങ്ങനെ
കയറ്റി വയ്ക്കും. അങ്ങനെ ആ മാസ്ക്, അതായത് അതിൻ്റെ ഫുഡ് അതിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പം ഈ മാസ്ക് ഇവേർട്ട് ചെയ്യാനായിട്ട് എന്താവശ്യമുണ്ട്? ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആവശ്യമുണ്ട്, വിച്ച് ഈസ് ഡെവലപ്ഡ് ബൈ ദ ഹീമോലംഫ്. ദെൻ ഇവേർഷൻ ഓഫ് ഓസ്മെറ്റീരിയ ഇൻ പാപ്പിലോണിഡ് ലാർവേ. ഈ പാപ്പിലോണിഡ് ലാർവേ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ടാക്സോണമിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കും. അതായത് നെക്സ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കും. നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പം അതിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് ഈ പാപ്പിലോണിഡ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ പാപ്പിലോണിഡ് ബട്ടർഫ്ലൈ അഡൽട്ട് ആവുന്നതിന് മുന്നേ ഉള്ള ലാർവൽ സ്റ്റേജിൽ ഈ ലാർവയ്ക്ക് 2 കൊമ്പ് പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഈ ഓസ്മെറ്റീരിയ. ഈ ഓസ്മെറ്റീരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ ജനറലി നോക്കിയാൽ അത് കാണാൻ പറ്റില്ല. ഇത് ഇങ്ങനെ ഇവേർട്ട് ചെയ്യുക ചെയ്യുന്നത്, അതായത് പുറത്തേക്ക് ഇങ്ങനെ തള്ളും. എന്തെങ്കിലും അപകട സൂചന വന്നു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കാറ്റർപില്ലർ ഇത് പുറത്തേക്ക് ഇങ്ങനെ തള്ളും. ഓസ്മെറ്റീരിയ എന്ന് പറയും. ഓക്കെ, അത് നമ്മൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം. ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഓസ്മെറ്റീരിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ പാപ്പിലോണിഡ് ലാർവയ്ക്കുണ്ട്. അത് ഇവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹീമോലിംഫിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇത്രയും പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹീമോലിംഫ് നിന്നുണ്ടാകുന്ന ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻസെക്ട് ബോഡിയിൽ ആവശ്യം ആണ്. സോ ഇറ്റ് ആക്ട്സ് ആസ് എ ലൂബ്രിക്കൻറ്റ് ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ ഹൈഡ്രോളിക് മീഡിയം. Next is the transport and storage. Okay, digested nutrients, hormones and gases. Gases എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, മീൻസ് ഗ്രേറ്റർ എക്സ്റ്റെൻഡിലൊന്നുമില്ല, ആ സെല്ലിന് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു രീതിയിൽ, പക്ഷേ റെസ്പിറേഷനായിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഗ്യാസസ് എന്ന് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ് ആൻഡ് ഹോർമോൺസ് വർ ട്രാൻസ്പോർട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഹീമോലംഫ് ആൻഡ് ഇറ്റ് ഓൾസോ റിമൂവ്സ് ദ വേസ്റ്റ് മെറ്റീരിയൽസ് ടു ദ എക്സ്ക്രീറ്ററി ഓർഗൻ. അതായത് ഡൈജസ്റ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, ആ ന്യൂട്രിയൻസ് ഈ ഹീമോലിംഫ് ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ചെയ്ത് ഓരോ സെൽസിലേക്കും ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും എത്തിക്കും. ആൻഡ് ഇൻ ടേൺ ആ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്നും ഡിസ്കാർഡ് ചെയ്യപ്പെടുന്ന ഈ വേസ്റ്റ് മെറ്റീരിയൽസ് അവിടെ നിന്ന് കളക്ട് ചെയ്ത് എവിടെ കൊണ്ട് കൊടുക്കും? എക്സ്ക്രീറ്ററി ഓർഗൻസിൽ കൊണ്ട് കൊടുക്കുന്ന ജോലിയും ആരുടെയാണ്? ഈ ഹീമോലിംഫിൻ്റെ തന്നെയാണ്. So transport and storage. Then comes the protection. It helps in phagocytosis. ഞാൻ phagocytosis എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Then detoxification, coagulation and wound healing. Heat transfer. Hemolymph through its movement in the circulatory system regulate the body heat. നമ്മുടെ ബ്ലഡും ആ ഒരു ഫങ്ഷൻ ചെയ്യാണ്ട് തെർമോറെഗുലേഷൻ. Okay. Next is the maintenance of the osmotic pressure. Ions, amino acids and organic acids present in the hemolymph helps in maintaining the osmotic pressure required for the normal physiological functions. ഓസ്മോട്ടിക് പ്രഷറിനെ അല്ലെങ്കിൽ ഓസ്മോട്ടിക് ബാലൻസിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ സർക്കുലേഷൻ വഴി എന്താ ഹീമോലിംഫിൽ അയോൺസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. ഇവരെല്ലാവരും എന്ത് ചെയ്യും? ഈ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. Then reflex bleeding, exudation of hemolymph through slits, pores, etc. repels the natural enemies. ചില ഇൻസെക്ട്സ് ലൈക്ക് ഏഫിഡ്സിലൊക്കെ അവർ ചെറിയ സ്ലിറ്റ്സിലൂടെയൊക്കെ ഈ ഹീമോലിംഫ് എന്ത് ചെയ്യും? പുറത്തേക്ക് എക്സ്യൂഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്മെല്ലായിരിക്കും, ഒരു പഞ്ചൻസി ആയിരിക്കും, എന്തെങ്കിലും ഈ നാച്ചുറൽ എനിമീസിൽ നിന്ന്, ഇവരുടെ തന്നെ എനിമീസിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് ഇത് യൂസ് ചെയ്യും. റിഫ്ലെക്സ് ബ്ലീഡിംഗ് എന്നാണ് അതിന് പറയുന്നത്. Then metabolic medium. It acts as a metabolic medium and serves as a medium for the ongoing metabolic reactions. Metabolic reactions എല്ലാം നടക്കാനുള്ള ഒരു മീഡിയമായിട്ടും ഹീമോലിംഫ് ആക്ട് ചെയ്യും. സോ ഇത്രയുമാണ് ഹീമോലിംഫിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ടെക്സ്റ്റും കൂടി വായിക്കണം, എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ അത് വളരെ ചുരുക്കിയ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളത് കാണുക, കണ്ടിട്ട് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.